കർത്താവ് നിങ്ങളോടുകൂടെ. നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 22 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് അവൻ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവനെല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ 2 വായനകളും നമ്മുടെ മുമ്പിൽ ഒരു സുന്ദരമായ സന്ദേശത്തെയാണ് അവതരിപ്പിക്കുന്നത്. മനുഷ്യർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ആദ്യ വായനയിൽ സുവിശേഷത്തിൽ നമ്മൾ ഒരുപോലെ കാണുന്നൊരു വിഷയമാണ്, നമുക്ക് ജീവനിലേക്ക് പ്രവേശിക്കണമോ അതോ മരണത്തിലേക്ക് പ്രവേശിക്കണമോ. ആദ്യ വായനയിൽ ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കാൻ പോവാം. അപ്പോൾ ജോർദാൻ നദി കടന്നാൽ അവർ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം അതിനു മുമ്പ് മോശ ജനത്തോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും നന്മയും തിന്മയും വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇത് തന്നെ കാണുന്നത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ, കർത്താവിനെ അനുഗമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ഇതൊരു വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കാൻ മോശ ജനത്തോട് പറഞ്ഞതുപോലെ സ്വർഗീയ ജെറുസലേമാകുന്ന വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് നോമ്പുകാലത്ത് അതിനുള്ള പ്രത്യേക ഒരുക്കമാണ്. അപ്പോൾ സ്വർഗപ്രാപ്തിക്കായിട്ട് ഒരുങ്ങുന്ന നമ്മൾ, നമ്മുടെ മുമ്പിൽ സ്വർഗവും നരകവും വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന പോലെ, ഹെവൻ ഈസ് മൈ ചോയ്സ് ആൻഡ് ഹെൽ ഈസ് മൈ ചോയ്സ്. സ്വർഗം എൻ്റെ തിരഞ്ഞെടുപ്പാണ്, നരകവും എൻ്റെ തിരഞ്ഞെടുപ്പാണ്. ദൈവം എനിക്ക് അതിന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഈ ലോക ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പുകൾ നടത്തണമോ നരകത്തിനായി തിരഞ്ഞെടുപ്പുകൾ നടത്തണമോ എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. എന്ന് പറയുന്ന പോലെ ആദ്യ വായനയിൽ മോശ ജനത്തോട് പറയാണ്, നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും വെച്ചിട്ടുണ്ട്, നന്മയും തിന്മയും വെച്ച് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പിന്നീട് പറയുന്നുണ്ട്, ജീവൻ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള വഴികൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ, പ്രത്യേകിച്ച് സ്വർഗരാജ്യത്തിനായി നിത്യജീവിതത്തിനായി ഒരുങ്ങുന്ന നമ്മൾ, വാഗ്ദത്ത നാട്ടിലേക്കുള്ള ഈ യാത്രയിൽ ദൈവം നമ്മുടെ മുമ്പിലും വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് തന്നിട്ടുണ്ട്. നമ്മുടെ വൈകാരികതകൾക്കപ്പുറമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശിഷ്ടമായൊരു കപ്പാസിറ്റിയാണ് സ്വതന്ത്രമായി ചിന്തിക്കാൻ, തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള കഴിവ്. ദൈവത്തെ പോലും നമ്മുടെ സ്വതന്ത്രമായ ചിന്താഗതി കൊണ്ട് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അത്രമാത്രം സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ളൊരു കഴിവ് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളാരും മെഷീൻ പോലെയൊന്നുമില്ല, ഇങ്ങനെ തന്നെ പ്രവർത്തിക്കണമെന്ന് ആരുടെ ദൈവം നിർബന്ധം പിടിക്കുന്നൊന്നുമില്ല. ഇങ്ങനെ ചിന്തിക്കാവൂ, ഇങ്ങനെ തീരുമാനിക്കാവൂ. നമുക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം പോലും നമുക്ക് സാധ്യമാകില്ലായിരുന്നു. അപ്പോൾ വിശുദ്ധ ജീവിതം പോലും നമുക്ക് സാധ്യമാകുന്നത് ഈ സ്വാതന്ത്ര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് സ്വർഗം നമുക്ക് തന്നതുകൊണ്ടാണ്. ഇനി കർത്താവ് പറയുകയാണ്, ഈ കഴിവ് പ്രയോജനപ്പെടുത്തി ആദ്യവായന നമ്മൾ കാണുകയാണ്, കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക. 3 കാര്യങ്ങൾ പറയാം. ദൈവത്തെ സ്നേഹിക്കുക, വചനത്തിൽ ചരിക്കുക, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. ഇതാണ് പഴയ നിയമ ജനതയ്ക്ക്
മോശ കൊടുത്തത്. എന്തിന്? ജീവിച്ചിരിക്കാൻ വേണ്ടി, നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന മാനദണ്ഡങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഒരു ജനത വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കാൻ മോശ കൊടുത്തതുപോലെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ, സ്വർഗീയ ജെറുസലേമിലേക്ക് പ്രവേശിക്കാൻ യേശുക്രിസ്തുവിലൂടെ നമുക്ക് തന്നിരിക്കുന്ന നിയമാവലിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടങ്ങൾ ബലികഴിച്ചുകൊണ്ട് കുരിശു വഹിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന പഴയ നിയമത്തിൽ പറയുന്ന പോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. വചനം അനുസരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കും ഉപരിയായി നമ്മുടെ ഇഷ്ടങ്ങൾ ബലികഴിക്കുന്ന രീതിയിലും ദൈവേഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച്, നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ വൈകാരിക മനുഷ്യൻ്റെ, ജഡിക മനുഷ്യൻ്റെ ഒക്കെ പ്രേരണകളും താല്പര്യങ്ങളൊക്കെ നിരന്തരം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതിലും ഉപരിയായി ദൈവഹിതത്തിന് കീഴ്വഴങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കണമെന്നാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അപ്പുറമായിട്ട് ദൈവേഷ്ടം അന്വേഷിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കാലഘട്ടം കൂടിയാണ് ഈ നോമ്പുകാലം. ഇവിടെ എല്ലാം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടേതായ ഇഷ്ടങ്ങൾ ദൈവവചനത്തിൽ ചേരാത്തതാണെങ്കിൽ, നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ ദൈവഹിതത്തിന് വിപരീതമാണെങ്കിൽ അതിനൊക്കെ ബലികഴിക്കാൻ നമ്മൾ തീരുമാനമെടുക്കുക. നമ്മുടെ ഇഷ്ടങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോലും ദൈവേഷ്ടം എങ്ങനെയൊക്കെ അത് പൂർണ്ണമായ ശക്തിയോടും കഴിവോടും കൂടി ജീവിക്കാനുള്ളൊരു പരിശ്രമം കൂടിയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട. ഇതെല്ലാം എന്തിനാ ചെയ്യുന്നത്? കർത്താവിനോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയിൽ കർത്താവിനോട് ചേർന്നിരിക്കുന്നവനാണ് ഈ ലോക ജീവിതത്തിന് ശേഷം അവരോട് നിത്യമായി ഐക്യപ്പെടുക. ഈ ഭൂമിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവത്തെ സ്നേഹിച്ച് വചനമനുസരിച്ച് കൽപ്പനകൾ പാലിച്ച് യേശുവിനെ അനുഗമിക്കുകയും യേശുവിനോട് ഐക്യപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിതമാണ് മരണാനന്തര ജീവിതത്തിൽ നിത്യമായ ഐക്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നും നിത്യജീവിതത്തിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഈ ലോക ജീവിതത്തിൽ നടത്തണമെന്നുമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുക. ഇപ്പം രണ്ട് വായനകളും വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന പൊതുവായ സന്ദേശം എന്താണ്? ദൈവം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് ഉപയോഗിക്കുക. സ്വർഗത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റും. അതിനുവേണ്ട സാധ്യതകൾ ദൈവം തന്നിട്ടുണ്ട്. വഴികൾ കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ ഒരുവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, അവനാണ് ഈശോ. എന്നിലൂടെയല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല, ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ ഈശോ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി, മാർഗം ഒക്കെ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ അനുഗമിച്ച്, കുരിശിനെ അനുഗമിച്ച്, കുരിശിൻ്റെ വഴിയിലൂടെ സ്വയം പരിത്യജിച്ചുകൊണ്ട് ഒരു ദൈവപൈതൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ഈ ലോക ജീവിതത്തിൽ യേശുവിനെ തെരഞ്ഞെടുക്കുന്നതിലൂടെ നിത്യജീവിതത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് നടത്തുന്നതെന്നാണ് ഇന്നത്തെ വായന നമ്മൾ ഓർമ്മപ്പെടുന്നത്. അതുകൊണ്ട് നിത്യജീവിതത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ എല്ലാ തീരുമാനങ്ങളുടെയും റെഫറൻസ് പോയിന്റ് എനിക്ക് സ്വർഗം നഷ്ടപ്പെടുമോ എന്നുള്ള ആലോചന മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ചെറിയ തെരഞ്ഞെടുപ്പുകൾ പോലും നടത്തുമ്പോൾ, ചെറിയ സംസാരങ്ങളും ആലോചനകളിലൊക്കെ എൻ്റെ സ്വർഗത്തിനും എൻ്റെ നിത്യജീവിതത്തിനും ഇത് എതിരാണെങ്കിൽ അതിനെ പാടെ ഉപേക്ഷിക്കുവാനുള്ള കൃപയ്ക്കും കരുത്തിനുമായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.